യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ തുടർമാനമായ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് മുമ്പുള്ള സന്ദേശങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 45-46 വാക്യങ്ങളായിരുന്നല്ലോ. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ആത്മീയമായ മയക്കം നമ്മെ പ്രാർത്ഥന രഹിതരാക്കും എന്നുള്ള സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. നമ്മളുടെ പൊതുവായ വിഷയം ഈ ദിവസങ്ങളിൽ ആത്മീയമായ മയക്കം ഇന്ന് നമ്മുടെ മേലുണ്ട്. ആ മയക്കത്തിൽ നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ്. മിനിയാണ് നമ്മൾ ചിന്തിച്ചത്, ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ കഴിവില്ലാത്തവരായി നമ്മൾ മാറുന്നു നമ്മുടെ മയക്കം കൊണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് നമ്മൾ പ്രാർത്ഥന രഹിതരായിട്ട് മാറുന്നു. അത് നിമിത്തം നമുക്കുണ്ടാകാവുന്ന അപകടങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ദൈവവചനത്തെ അവഗണിക്കുന്നതായ ഒരു സ്വഭാവം ആത്മീയ മയക്കത്തിലൂടെ നമുക്ക് ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും തന്നെ ഒരു മനുഷ്യന് ആഹാരം എന്ന പോലെ തന്നെ ഒരു ആത്മീയ മനുഷ്യന് ദൈവവചനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആത്മീയമായ മയക്കം അവനിൽ ഈ ആത്മീയ വിശപ്പ് ഇല്ലാതാക്കി ദൈവവചനത്തെ അവൻ അവഗണിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് നമുക്കറിയാം, ധാരാളം പേര് പ്രാർത്ഥന ഇല്ലാത്തവരായ ആളുകളും വചനധ്യാനം ഇല്ലാത്തവരായ ആളുകളുമായിട്ട് ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇന്ന് ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണു തുറക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ വാസ്തവമായിട്ടും പ്രാർത്ഥിക്കുന്നവരാണോ അഥവാ നിങ്ങൾ ദൈവവചനം വായിക്കാത്തവരാണോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു നിഗമനത്തിലേക്ക് എത്തണം. ഞാൻ ആത്മീയമായി മയങ്ങുന്ന ഒരാളാണ്, ദൈവം എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഗെത്സമനയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ ഉണ്ടാക്കിയതുപോലെ, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കേണ്ട സന്ദർഭമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്യത്തിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുകയാണ്. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 15-ാമത്തെ വാക്യം. മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. ശലോമോൻ രാജാവ് എഴുതിയതായ തന്റെ ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ. താൻ പറയുന്നു, മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു. അലസത നമ്മെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു. വാസ്തവത്തിൽ ഈ മയക്കമാണ് നമ്മുടെ മടിക്ക് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള മടി, ആത്മീയ കാര്യങ്ങളിൽ പ്രാർത്ഥിപ്പാനുള്ള മടി, സഭായോഗങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള മടി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഗാഢനിദ്രയിലേക്ക് പോകുന്നു എന്നുള്ള അർത്ഥമാണുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ, അലസചിത്തന്മാരായ ആളുകൾ പട്ടിണി കിടക്കും. അതിനർത്ഥം അവർക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇത് മാത്രമല്ല, അവർക്ക് ജോലി ചെയ്യാനോ വരുമാനം നേടാനോ അവരുടെ ആഹാരത്തിനും ഉദവിക്ക് വേണ്ടതായ കാര്യങ്ങളെ അന്വേഷിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇന്ന് പല ആളുകളും, ക്രൈസ്തവ എന്ന് പറയുന്ന ആളുകൾ പോലും ബൈബിൾ വായിക്കുന്നില്ല. അവർ പള്ളിയിൽ പോകുമ്പോൾ പോലും ബൈബിൾ അവർ കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരോ അവരുടെ പാസ്റ്റർമാരോ അച്ഛന്മാരോ ബൈബിൾ എടുക്കാൻ പോലും അവരെ പ്രേരിപ്പിക്കുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു ഫലമില്ലെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരങ്ങനെ പ്രേരിപ്പിക്കാറുപോലില്ല. കാരണം പലരും ഇന്ന് മടിയിലും അല്ലെങ്കിൽ മയക്കത്തിലും ഗാഢനിദ്രയിലുമാണ് എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വേദഭാഗം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അതായത് വിശപ്പ് നമുക്കുണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? വചനം കേൾക്കേണ്ടതിന് വേണ്ടിയുള്ള വിശപ്പ് ഉണ്ടായിരിക്കണം. വചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പ് ഉണ്ടാകുന്നത് ആർക്കാണ്? അവർ മയക്കമുള്ളവരല്ല, അവർ ഉറങ്ങുന്നവരല്ല, ഉണർന്നിരിക്കുന്നവർക്കാണ് വചനം കേൾക്കാനുള്ള വിശപ്പ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ആത്മീക മനുഷ്യൻ ഉണർന്നിരുന്ന് അവൻ ഭക്ഷിക്കുന്നവനായി തീരണം. രാത്രിയിൽ ഉറങ്ങുന്ന ഒരാൾ ഇടയ്ക്ക് വന്നിട്ട് ഭക്ഷിക്കുവോ? ഇല്ല, അദ്ദേഹം ഒരിക്കലും ഭക്ഷിക്കില്ല. കാരണം അദ്ദേഹം മയക്കത്തിന്റെ ഒരു അനുഭവത്തിലാണ്. എന്ന് പറയുന്ന പോലെ മയങ്ങുന്ന ഒരാൾക്ക് വചനത്തിന്റെ ആവശ്യമില്ല.
കാരണം അദ്ദേഹത്തിന് ആത്മീയമായ വിശപ്പോ ആത്മീയമായ ദാഹമോ തോന്നാത്തത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും ഈ വചനം അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മയക്കം കൊണ്ട് നമ്മളിൽ സംഭവിക്കുന്ന കാര്യത്തിൽ വചനത്തെ അവഗണിക്കുന്നു എന്നുള്ള സ്പഷ്ടമേറിയ കാര്യമാണ്. നിങ്ങൾ ആത്മീയമായ വചനങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ, വചനം വായിക്കാത്ത ഒരാളാണെങ്കിൽ, ദൈവവചനത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന ഒരാളാണെങ്കിൽ, അതിനർത്ഥം നിങ്ങൾ ആത്മീയമായ മയക്കത്തിലും അതുവഴി ഉറക്കത്തിലുമാണ്. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആരും അപ്രകാരം ഒരവസ്ഥയിലേക്ക് പോകാതെ ദൈവവചനത്തെ കാംക്ഷിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതേ 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം വളരെ പ്രശസ്തമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ രാത്രിയിലൂടെയൊക്കെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ടോർച്ച് എടുക്കും. പണ്ടുകാലത്ത് ടോർച്ച് ഉണ്ടായിരുന്നു, 4, 5 അല്ല 2, 3 ബാറ്ററികളൊക്കെ ഇടാവുന്ന ടോർച്ചുകൾ. ഇന്ന് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ടോർച്ചുണ്ട്. എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ടോർച്ചുകളുണ്ട്. നമ്മൾ ഈ ടോർച്ച് തെളിയിച്ചാണ് രാത്രിയിൽ കടന്നു പോകുന്നത്. എന്തിന് നമ്മൾ ടോർച്ച് തെളിയിക്കുന്നു? കാരണം നമ്മുടെ കാലുകൾ എടുത്തു വയ്ക്കുവാൻ നമുക്കൊരു ഡയറക്ഷൻ ആവശ്യമാണ്, ഒരു വ്യക്തത ആവശ്യമാണ്. അവിടെ കുഴിയുണ്ടോ, അവിടെ ഏതെങ്കിലും ജന്തുക്കൾ ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വെളിച്ചം വീശുന്നത് വഴിയാണ്. ഇതേപോലെ തന്നെയാണ് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അപകടങ്ങളുണ്ടോ, നമ്മൾ പോകുന്ന വഴി ശരിയായ വഴിയാണോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെങ്കിലും ഞാൻ വഴിയൊന്ന് തിരിച്ചുവിടണമോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് ദൈവവചനം എന്ന ആ വെളിച്ചത്തിലൂടെയാണ്. അതാണ് പറയുന്നത്, കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ ഈ പാതയ്ക്ക് മുമ്പിൽ എന്ത് അവസരങ്ങളാണ് എനിക്കുള്ളത്, എൻ്റെ വഴിയുടെ പുരോഗമനം എങ്ങോട്ടാണ്, ഇതെല്ലാം എനിക്ക് തെളിയിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഈ വചനമൊന്നും എനിക്ക് വേണ്ട, അതിനെ അവഗണിച്ചു പോവുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ വളരെ അപകടകരമായ മേഖലയിലൂടെ കടന്നു പോകുന്നു. ഏത് സമയത്തും നമുക്ക് ഒരു അപകടം സംഭവിക്കാം, ഏത് സമയത്തും നമ്മൾ തെറ്റായ വഴിയിലേക്ക് തിരിഞ്ഞു പോകാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മെ സൂക്ഷിക്കുന്നത്, ആ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ആത്മീയമായ മയക്കത്തിലാണെങ്കിൽ ഒരിക്കലും ഈ വചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാവുകയില്ല. എന്ന് മാത്രമല്ല, നമ്മളിവിടെ കണ്ടതുപോലെ ആത്മീയമായ വിശപ്പ്, അതേ ദൈവവചനത്തിനായുള്ള വിശപ്പ് നമുക്കില്ലാതെ പോകും നമ്മൾ മയക്കമുള്ളവരാണെങ്കിൽ. എന്നാൽ നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയമായ വിശപ്പ്, ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹവും വിശപ്പും നമുക്കുണ്ടാകുവാനിടയായി തീരും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ സന്ദേശം കേൾക്കുക വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മീയമായ മയക്കത്തിലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ആ മയക്കം വിട്ട് എഴുന്നേറ്റ് നിങ്ങൾക്ക് ആത്മീയമായ വിശപ്പടക്കുവാൻ, ദൈവവചനം വായിക്കാനും ദൈവവചനത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും നിങ്ങളുള്ളിൽ ഒരു താല്പര്യമുണ്ടാകും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആമോസിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതുപോലെ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്, അത് അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ആത്മീയമായ മയക്കനിമിത്തം ഞങ്ങൾ ദൈവവചനത്തെ അവഗണിക്കുമ്പോൾ ഇന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനത്തെ ഞങ്ങൾ സ്വീകരിപ്പാനും ഓരോ നിമിഷവും ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.